അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചുണ്ടയ്ക്ക ചെറിയ ഉള്ളി തീയലാണ്. തീയലിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു മുറി തേങ്ങ ചിരകിയത്, 1/4 കിലോ ചെറിയ ഉള്ളി രണ്ടായിട്ട് കീറിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയ ചുണ്ടയ്ക്ക. ഈ ചുണ്ടയ്ക്ക ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ആദ്യം നമ്മൾ ഈ ചുണ്ടയ്ക്ക ഒന്ന് ഇരുമ്പ് കൊണ്ട് കീറി വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ച് ഒന്ന് ചതച്ച ശേഷം വെള്ളത്തിലിടുകയോ ചെയ്യണം. കറ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഉപ്പുവെള്ളത്തിൽ വേണം ചുണ്ടയ്ക്ക ഇടാനായിട്ട്. ഉപ്പുവെള്ളത്തിൽ ഇടുമ്പോൾ പെട്ടെന്ന് കറയെല്ലാം ഇളകി വരും. കറയും പിന്നെ അതിനകത്ത് അരിയും പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ചുണ്ടയ്ക്ക എടുക്കുമ്പോൾ ഒരുപാട് മൂത്തു പോയ ചുണ്ടയ്ക്ക എടുക്കരുത്. ചുണ്ടയ്ക്കയെല്ലാം ഇതുപോലെ കീറി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇതുപോലെ തന്നെ വെക്കുക. അപ്പോഴത്തേക്കിന് കറയെല്ലാം നന്നായിട്ട് ഇളകി വരും. കുറച്ച് സമയത്തിന് ശേഷം ഇത് നന്നായിട്ട് ഞെവിടി കഴുകണം. 3-4 വെള്ളം നന്നായിട്ട് ഞെവിടി തന്നെ കഴുകണം. തീയലിനുള്ള തേങ്ങ വറുക്കാം. തേങ്ങ ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇത് ആറാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ തേങ്ങ ഒരു പാത്രത്തിലേക്ക് ആറാനായിട്ട് മാറ്റിയിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചുണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി വെള്ളം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളി ആവശ്യത്തിന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചുണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരയ്ക്കുമ്പോൾ ഇത്രയും പുളി കൂടി ചേർത്ത് അരച്ചെടുക്കുക. ഇപ്പോൾ ഉള്ളിയും ചുണ്ടയ്ക്കയും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കുക. തീയലിനുള്ള തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി ചേർത്താണ് അരച്ചെടുത്തത്. അരച്ചെടുത്ത അരപ്പ് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും ചുണ്ടയ്ക്കയും എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. നമ്മുടെ തീയല് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് എല്ലാം പാകത്തിനുണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എരിവ് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കടുക് താളിച്ചത് കൂടി ഒഴിച്ചു കൊടുക്കും. ഇനി അടച്ചു വയ്ക്കുക.